ജയസൂര്യക്കെതിരായ ലൈംഗികാരോപണത്തിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി മാനസ മനോജ് ചേർന്ന് വിശദാംശങ്ങളുമായി. മാനസ, വിനിഷ, അല്പസമയം മുൻപാണ് പരാതിക്കാരിയുടെ രഹസ്യമൊഴി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രേഖപ്പെടുത്തിയത്. വനിതാ മജിസ്ട്രേറ്റായ രവിത KG ആണ് മൊഴി രേഖപ്പെടുത്തിയത്. ഈ ജയസൂര്യ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് തന്നോട് ഇത്തരത്തിൽ ഒരു ലൈംഗികാതിക്രമം തനിക്ക് നേരിട്ടു എന്നതായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം. ഈ സെക്രട്ടേറിയറ്റ് പരിസരത്ത് വെച്ച് നടന്ന ഷൂട്ടിങ്ങിനിടെയായിരുന്നു ഇത്തരത്തിൽ തനിക്ക് അതിക്രമം നേരിട്ടത് എന്നതായിരുന്നു പരാതിക്കാരി വ്യക്തമാക്കിയത്. ഈ ബാലചന്ദ്രൻ മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലായിരുന്നു ഇത്തരത്തിൽ ഒരു ദുരനുഭവം നേരിട്ടതും എന്നും പരാതിക്കാരി മുൻപ് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് പരാതി നൽകുകയും കന്റോൺമെന്റ് പോലീസ് ഈ പരാതി കേസായി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടത്. രഹസ്യമൊഴി രേഖപ്പെടുത്താനായി ഇന്ന് രാവിലെയോടെ തിരുവനന്തപുരത്ത് പരാതിക്കാരി എത്തിയിരുന്നു. വൈകുന്നേരം 3:30ഓടെയാണ് വഞ്ചിയൂർ കോടതിയിലെത്തി പരാതിക്കാരി മജിസ്ട്രേറ്റിന് മുമ്പാകെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. ഏതായാലും തനിക്ക് നേരിട്ട ദുരനുഭവമൊക്കെയും തുറന്നു പറഞ്ഞു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ രഹസ്യമൊഴി പോലീസിന് രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഏതായാലും ഈ സംഭവത്തിൽ ജയസൂര്യ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും തനിക്കെതിരെ ഉണ്ടായ ഉയർന്ന ആരോപണങ്ങളൊക്കെയും അന്വേഷണവുമായി സഹകരിക്കും, സത്യം പുറത്തുവരും എന്നുള്ള വിവരങ്ങളാണ് ജയസൂര്യ ഫേസ്ബുക്കിലൂടെ അറിയിച്ചത്. അതോടൊപ്പം തന്നെ നിയമ സാധ്യത തേടും എന്നും നടൻ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതും. മാത്രമല്ല, ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാനും പോലീസിന് നീക്കമുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് കേസ് അന്വേഷിക്കുന്നതും. ഓരോ കേസുകൾക്കും ഓരോ പ്രത്യേക അന്വേഷണ സംഘം തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് തുടർ നടപടികൾ ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. വിനിഷ. ശരി മാനസ, വ്യക്തമാണ്. ജയസൂര്യക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വനിതാ ജഡ്ജിന് മുൻപാകെയാണ് പെൺകുട്ടിക്കെത്തി രഹസ്യമൊഴി നൽകിയത്. വിശദാംശങ്ങളാണ് മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്നും പങ്കുവച്ചത്.